الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم عاملة ناصبة تصلى نارا حامية تسقى من عين آنية ليس لهم طعام إلا من ضريع. وأيضا قال الله تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ വിശ്വാസിനികളെ, പടച്ച റബ്ബിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ പരസ്യ ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന യഥാർത്ഥ ബോധ്യത്തോടെ യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരമകാരുണ്യകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ജീവിക്കുന്ന കാലമത്രയും തഖ്വയുള്ളവരായി മുവഹിദുകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ജീവിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അഹ്സാബ് യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യം ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും സങ്കീർണമായ, ഏറ്റവും പരീക്ഷണ കാലഘട്ടമായിരുന്നു അഹ്സാബ് യുദ്ധത്തിൻ്റെ ഒരു സന്ദർഭം. അഹ്സാബ് യുദ്ധമെന്ന് പറയുന്നത് മക്കയിലുള്ള മുശ്രിക്കുകളും മദീനയിലെ ജൂതന്മാരും മുനാഫിക്കുകളുമായി ചേർന്നുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഒന്നടങ്കം തകർത്ത് കളയാൻ തീരുമാനിക്കപ്പെട്ട ആ ഒരു യുദ്ധത്തിനാണ് അഹ്സാബ് യുദ്ധം എന്ന് പറയുന്നത്. അഹ്സാബ് യുദ്ധം കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂലും സഹാബത്തും നോക്കുമ്പോൾ മദീനയിലുണ്ടായിരുന്ന ജൂത സമൂഹം അള്ളാഹുവിൻ്റെ റസൂലുമായി ഒരു കരാർ ഒപ്പുവെച്ചിരുന്നു. മക്കയിലെ മുശ്രിക്കുകളുമായി ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും നമ്മളിൽ നിന്നുണ്ടാവുകയില്ല. എന്നാൽ അതിന് വിപരീതമായി ജൂത സമൂഹവും മക്കയിലെ മുശ്രിക്കുകളും മുനാഫിക്കുകളും തമ്മിൽ യോജിച്ചുകൊണ്ടായിരുന്നു ഒരു വലിയ യുദ്ധത്തിൻ്റെ സാഹചര്യം. ആ സാഹചര്യം കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഹൈബറിലേക്ക്, ജൂത സമൂഹം താമസിച്ചിരുന്ന പ്രദേശത്തേക്ക് ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യം, യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെയുണ്ടായിരുന്ന ഒരു മനുഷ്യനെ ചൂണ്ടിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഹാദാ മിൻ അഹ്ലിൻ നാർ, അയാൾ നരകക്കാരനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബികൾ ചോദിച്ചു, റസൂലെ അന്ന് കാണുന്നില്ലേ യുദ്ധരംഗങ്ങളിൽ ശത്രുക്കളെയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് മുന്നണി പോരാളിയായി സ്വഹാബികൾക്കിടയിൽ ഹീറോ ആയിരുന്ന ആ മനുഷ്യനെ കുറിച്ച് ചോദിച്ചു. അള്ളാഹുവിൻ്റെ റസൂലെ ആ മനുഷ്യനെ കുറിച്ച് തന്നെയാണോ? അള്ളാഹുവിൻ്റെ റസൂൽ വീണ്ടും പറഞ്ഞു, ഇന്നഹു മിൻ അഹ്ലിൻ നാർ,
തീർച്ചയായും അയാൾ അഹ്ലുന്നാർ നരകവാസികളുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ്. അങ്ങനെ ആ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സാഹചര്യത്തിൽ ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഒരു ആഴത്തിലുള്ള മുറിവ് കെട്ടുകയാണ്. ആ മുറിവ് അയാളിലേക്ക് സംഭവിക്കുമ്പോൾ പെട്ടെന്ന് അയാളുടെ കൈവശമുണ്ടായിരുന്ന ആയുധം മണൽപ്പരപ്പിലേക്ക് കുത്തിവെച്ചിട്ട് അദ്ദേഹം അതിലേക്ക് മറിഞ്ഞ് ആത്മഹത്യ ചെയ്യുകയാണ്. റസൂലിനോടൊപ്പം നമസ്കരിച്ചിരുന്ന, റസൂലിനോടൊപ്പം ധർമ്മസമരങ്ങളിൽ പങ്കെടുത്തിരുന്ന ഒരു മനുഷ്യന്റെ പര്യാവസാനമാണ്. ഒരുപാട് ഖുതുബകളിൽ ഞാൻ ഈ വിഷയം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, എന്താണ് ആ മനുഷ്യനിൽ സംഭവിച്ചത്? ഞാൻ യുദ്ധം ചെയ്യുമ്പോൾ, യുദ്ധത്തിൽ മുന്നണി പോരാളിയായി ശത്രുക്കളെ വകഞ്ഞു മാറ്റി അവരുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഞാനൊരു ധീരനാണെന്ന് പറയണം. സമൂഹത്തിൽ എനിക്കൊരു നിലയും വിലയും ഒക്കെ ഉണ്ടാകണം. എനിക്കൊരു അംഗീകാരം വേണം. അവിടെ ഒരു വിഷയം മാറുകയും പ്രകടനാത്മകത കടന്നു വരികയും ചെയ്യുന്നു. ഒഫീ വജിഹില്ല, അള്ളാഹുവിൻ്റെ തൃപ്തി, അള്ളാഹുവിൻ്റെ പൊരുത്തം അയാളുടെ ജീവിതത്തിൽ നിന്ന് മാറുകയും പ്രകടനാത്മകത അയാളിലേക്ക് കടന്നു വരികയും ചെയ്യുകയാണ് ചെയ്യുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മുടെ നമസ്കാരങ്ങളിൽ, നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ദാനധർമ്മങ്ങളിൽ ഇത്തരമൊരു പ്രകടനാത്മകത കടന്നു വന്നാൽ നമ്മുടെയും പര്യാവസാനം ഇപ്രകാരമാകുമെന്നാണ് ഈ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് ഈ പ്രകടനാത്മകത റിയാ കടന്നു വരുന്നത്? ഈ റിയാ കടന്നു വരുന്നതിൻ്റെ പ്രധാന കാരണം അള്ളാഹുവിനെ കുറിച്ചുള്ള ദൃഢമായ വിശ്വാസവും ഞാൻ ഒറ്റയ്ക്കാകുന്ന പരലോകത്തെക്കുറിച്ചും വിചാരണയെക്കുറിച്ചുമുള്ള ഓർമ്മ അയാളുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ താൽക്കാലികമായി ഈ ലോകത്ത് ആരുടെയൊക്കെയോ കയ്യടിയും അംഗീകാരങ്ങളും പുഞ്ചിരിയും അയാൾക്ക് കിട്ടണം. അങ്ങനെ ഒരു അംഗീകാരം അയാളിലേക്ക് കടന്നു വന്നപ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതിയും പടച്ച റബ്ബിൻ്റെ പൊരുത്തവും അയാളിൽ നിന്ന് മാറുകയാണ്. അത്തരം ഒരു മനുഷ്യർക്ക് ജീവിതത്തിൻ്റെ അവസാന സന്ദർഭങ്ങളിൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന അതിദുർഘടമായ പര്യാവസാനമാണ് എന്നാണ് ഈ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ചില മനുഷ്യരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിന്റെ വെളിച്ചം കടന്നു പോകുന്നതിനെ തൊട്ട് അല്ലാഹു ചില മറകൾ സ്ഥാപിക്കും. ഖുതുബകൾ കേട്ടാലും വിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകളും ദൃഷ്ടാന്തങ്ങളും അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നാലും ആ ഹൃദയം തുറക്കാതെ, ആ ഹൃദയത്തിന്റെ മറ നീക്കപ്പെടാതെ, ഹിദായത്തിന്റെ നൂർ അയാളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാതെ അല്ലാഹു പറഞ്ഞത് ഖതമല്ലാഹു അലാ ഖുലൂബിഹിം. അത്തരം ഹൃദയത്തിന്റെ ഉടമകളുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സീൽ ചെയ്തു വച്ചിരിക്കുകയാണ്. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ. അവരുടെ ഹൃദയത്തിലും കേട്ടു മനസ്സിലാക്കാനുള്ള പക്വതയിലും ചിന്തിച്ചു മനസ്സിലാക്കാനുള്ള ചിന്താശേഷിയിലുമൊക്കെ അല്ലാഹു ഒരു തരം മറ ഏർപ്പെടുത്തിയിരിക്കുന്നു. വലഹും അദാബുൻ അലീം. അതികഠിനമായ ശിക്ഷയാണ് അല്ലാഹു അവർക്ക് വേണ്ടി തയ്യാറാക്കി വച്ചിരിക്കുന്നത്. സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടത് പ്രവാചകന്റെ കൂടെ നമസ്കാരങ്ങളിലും ആരാധനകളിലും സ്വന്തം യുദ്ധരംഗങ്ങളിലുമെല്ലാം പങ്കെടുത്ത ആ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് പ്രകടനാത്മകത കടന്നു വന്നപ്പോ അവസാനം ഈ ലോകത്ത് നിന്നൊരു ആത്മഹത്യയിലേക്ക് അയാൾ
എടുത്തെറിയപ്പെടുകയും ഹസിറത് ദുനിയാ വൽ ആഖിറ, ദുനിയാവും നാളെ പരലോകവും നഷ്ടപ്പെട്ടു പോകുന്ന ഇത്തരം ഒരു അവസ്ഥകളിൽ നാം ചിന്തിക്കേണ്ടത്, പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ, എന്തിനേറെ നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ, എൻ്റെ വാപ്പ മരണപ്പെട്ട വാർത്ത പത്രങ്ങളിലും ന്യൂസ് ചാനലുകളിലും കണ്ടിട്ടില്ലായിരുന്നു. എൻ്റെ പള്ളിയും മസ്ജിദുമെല്ലാം ഒരു വലിയ ആൾക്കൂട്ടമായിരുന്നു. സ്വന്തം ഉപ്പ മരണപ്പെട്ടപ്പോഴും ഉമ്മ മരണപ്പെട്ടപ്പോഴും അവിടെയും പ്രകടനാത്മകത കടന്നു വന്നുകൊണ്ട് എൻ്റെ ഉമ്മയുടെ കബറിൽ, എൻ്റെ ഉപ്പയുടെ കബറിൽ എൻ്റെ ഉപ്പയ്ക്ക് ആശ്വാസമാകുന്ന സൽക്കർമ്മങ്ങൾ ഉണ്ടോ എന്ന് ചിന്തിക്കുന്നതിന് പകരം പ്രകടനാത്മകതകൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കടന്നു വരികയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തി, എനിക്ക് വല്ലാതെ പേടി തോന്നുന്നത്, എനിക്ക് വല്ലാതെ ടെൻഷനാകുന്നത് നിങ്ങളിൽ ഗോപ്യമായ ശിർക്ക് സംഭവിക്കുന്നതിനെയാണ്. റസൂലിന്റെ സ്വഹാബികൾ പറഞ്ഞു, ശിർക്ക് എന്താണെന്ന് ഞങ്ങൾക്കറിയാം പ്രവാചകരെ. അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന. മശ്ശിർകുൽ ഖഫിയ്യു യാ റസൂലുള്ളാഹ്, എന്താണ് ഈ ഗോപ്യമായ ശിർക്ക്? അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തി, അരിയാ, പ്രകടനാത്മകതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയത്, എന്റെ ഉമ്മത്തികൾ നാളെ പരലോകത്ത് നഷ്ടപ്പെട്ടവരായി തീരുന്നത്, അവർ ഉഹദ് മലയോളം കുന്നുകൂട്ടിയ നന്മകളുമായി പരലോകത്തേക്ക് വരുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വലിയ പാപകൃത്യമാണ് റിയാ, പ്രകടനാത്മകത. നാം ഓരോരുത്തരും ചിന്തിക്കണം സഹോദരങ്ങളെ. നമ്മുടെ നമസ്കാരങ്ങളിൽ, നമ്മുടെ ദാനധർമ്മങ്ങളിൽ, നമ്മുടെ ദീനീ പ്രബോധനങ്ങളിൽ അത്തരമൊരു പ്രകടനാത്മകത കടന്നു വന്നിട്ടുണ്ടോ? പലപ്പോഴും വലിയ വലിയ പ്രഭാഷകന്മാർ അവരുടെ പ്രഭാഷണം കേട്ടിട്ട് വിശ്വാസികളായ ചില മനുഷ്യർ അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് തഹജ്ജുദും നമസ്കാരവും സൂക്ഷ്മതയോടും കൂടി ജീവിക്കും. പക്ഷേ പ്രഭാഷകന്മാരുടെ ഹൃദയത്തിൽ ഒരു ലേശവും അത്തരമൊരു തഖ്വയും സൂക്ഷ്മതയും ഇല്ല എങ്കിൽ നാളെ പരലോകത്ത്, അള്ളാഹുവിന്റെ പരലോകത്ത്, ആ പ്രഭാഷണം കേട്ട് തഖ്വയിലായി നന്മകൾ സ്വയത്തമാക്കിയ ആ മനുഷ്യൻ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കും, ഈ പ്രഭാഷണം നടത്തിയ മനുഷ്യൻ നാളെ അള്ളാഹുവിന്റെ നരകാഗ്നിയിലേക്കും എടുത്തെറിയപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 വിഭാഗം ആൾക്കാരെ കുറിച്ച് പ്രവാചകൻ ഓർമ്മപ്പെടുത്തി. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മഹ്ശറയിൽ ഓരോ മനുഷ്യരും എനിക്കെന്നെ നഷ്ടപ്പെട്ടുവോ, എനിക്കെന്നെ മടക്കി കിട്ടിയോ എന്ന് ചിന്തിക്കുന്ന ആ പരലോക വിചാരണയുടെ സന്ദർഭത്തിൽ ചില മനുഷ്യർ അള്ളാഹുവിന്റെ മുന്നിലേക്ക് കടന്നു വരും. പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് കടന്നു വരുന്നതിൽ ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുകയും രക്തസാക്ഷികളാവുകയും ചെയ്തവരാണ്. അവര് പടച്ച റബ്ബിനോട് പറയും, മുസ്തഷ്ഖിതു ഫീ സബീലിക്, അള്ളാഹുവേ, നിന്റെ മാർഗത്തിൽ ഞങ്ങൾ രക്തസാക്ഷികളായി, നിന്റെ മാർഗത്തിലാണ് ഞങ്ങളുടെ കൈകളും കാലുകളും ഒക്കെ മുറിക്കപ്പെട്ട് അംഗവിച്ഛേദം ചെയ്യപ്പെട്ട് ഞങ്ങൾ രക്തസാക്ഷികളായത് അല്ലാഹുവേ നിന്റെ മാർഗത്തിലാണ്. പടച്ച റബ്ബ് പറയും, നിങ്ങൾ ധർമ്മസമരം നടത്തിയത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് തയ്യാറായത്, നിങ്ങളൊരു ശുജാ ആണ്, ഒരു ശൂര പരാക്രമിയാണ്, വല്ലാത്തൊരു മനുഷ്യനാണ് അയാൾ എന്ന് പറയുന്നതിനു വേണ്ടിയാണ് നിങ്ങൾ യുദ്ധം ചെയ്ത് വഖദ് ഖീല ദാലിക, അപ്രകാരം പറയപ്പെട്ടു. അതാണ് നിന്റെ പ്രതിഫലം. വലൈസ മിന്നി അജ്റുക, എൻ്റെ അടുക്കൽ നിനക്ക് യാതൊരു പ്രതിഫലവും നിങ്ങൾക്കുണ്ടാവുകയില്ല. മറ്റൊരു കൂട്ടർ അള്ളാഹുവിന്റെ മുന്നിൽ പറയും,
അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തവർ, ഈ മതം പ്രബോധനം ചെയ്തിരുന്നവർ, അവർ അള്ളാഹുവിനോട് പറയും, പടച്ച റബ്ബേ, നിന്റെ മാർഗത്തിലായിരുന്നു ഞങ്ങളുടെ ജീവിതം, നിന്റെ തൗഹീദ് ഞങ്ങൾ പ്രബോധനം ചെയ്തു, നിന്റെ വിശുദ്ധ ഖുർആൻ ഞങ്ങൾ പ്രബോധനം ചെയ്തു, അത് മനുഷ്യരിലേക്ക് എത്തിച്ചു കൊടുത്തു. ആ സമയം റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങളൊരു നല്ല പണ്ഡിതനാണെന്ന് പറയണം, ഒരു നല്ല പ്രഭാഷകനാണെന്ന് പറയണം, ഒരു നല്ല പ്രബോധകനാണെന്ന് പറയണം. അതിനു വേണ്ടിയിട്ടായിരുന്നു നിങ്ങളുടെ യാത്രകളും പ്രയാണങ്ങളും പരിശ്രമങ്ങളും. അവിടെ ഒന്നും നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതിയോ അവൻ്റെ പൊരുത്തമോ ഞാൻ ഒറ്റയ്ക്കാകുന്ന ഖബറിനെ കുറിച്ചോ പരലോക വിചാരണയെക്കുറിച്ചോ നിങ്ങൾക്ക് ബോധമില്ലായിരുന്നു. മൂന്നാമതായ ഒരു കൂട്ടർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്തവരാണ്. സകാത്തും ദാനധർമ്മങ്ങളും ഒക്കെ പ്രവർത്തിച്ചവർ. അതുപോലെ അള്ളാഹുവിൻ്റെ മസ്ജിദുകൾക്കും അനാഥാലയങ്ങൾക്കും ഒക്കെ ധാരാളം വാരിക്കോരി ദാനധർമ്മങ്ങൾ ചെയ്തവരാണ്. അവരും അള്ളാഹുവിൻ്റെ മുന്നിൽ പറയും, അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് നൽകിയ ധനം കണക്കില്ലാത്ത അത്രയും ഞങ്ങൾ നിന്റെ മാർഗത്തിൽ ദാനം ചെയ്തു പടച്ച റബ്ബേ, നിന്റെ പ്രീതി മാത്രമാണ് ഞങ്ങൾ കരുതിയിരുന്നത്. അവരോടും അള്ളാഹു പറയും, നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ഒരു ജവാദാണെന്ന് പറയണം, വലിയ ധർമ്മിഷ്ഠനാണെന്ന് പറയണം, ഇന്ന മനുഷ്യൻ എല്ലാവരെയും സഹായിക്കുന്ന വ്യക്തിയാണ്. നമ്മൾ പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ആർക്കെങ്കിലും ഒരു അന്നം കൊടുക്കുന്ന, ആർക്കെങ്കിലും ഒരു വീട് വെച്ച് കൊടുക്കുന്ന, ആർക്കെങ്കിലും ഒരു തൊഴിലുപകരണം നൽകുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു ദാനം നൽകുമ്പോൾ അത് സോഷ്യൽ മീഡിയയിലൂടെ ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും എനിക്ക് ലൈക്ക് കിട്ടണം, അംഗീകാരം കിട്ടണം. ഇതാണ് പ്രകടനാത്മകത എന്ന് പറയുന്നത് സഹോദരങ്ങളെ. എന്നാൽ മനസ്സിലാക്കേണ്ടത്, ഏതൊരു മനുഷ്യരുടെയും മനസ്സുകളിൽ ഇത്തരമൊരു റിയാ, ഇത്തരമൊരു ലോകമാന്യത കടന്നു വരും. അത് വരാത്ത ഒരേ ഒരു കൂട്ടര് മാത്രമാണ്. ആരാണവർ? അള്ളാഹുവിലുള്ള ശരിയായ വിശ്വാസമുള്ളവരാണ്. അവരുടെ അനക്കങ്ങളും അടക്കങ്ങളും ദാനധർമ്മങ്ങളും ഇബാദത്തുകളും ഒക്കെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടായിരിക്കും. അവരുടെ ഹൃദയത്തിൽ എപ്പോഴും എനിക്കെന്നെ നഷ്ടപ്പെട്ടു പോകുമോ, ഞാൻ ഒറ്റയ്ക്കാകുന്ന എൻ്റെ ഖബറിൽ, ഞാൻ ഒറ്റയ്ക്കാകുന്ന എൻ്റെ വിചാരണാവേളയിൽ എൻ്റെ നമസ്കാരങ്ങളും എൻ്റെ നോമ്പും സക്കാത്തും ദാനധർമ്മങ്ങളൊക്കെയും എൻ്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു പോകും. നാം ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ. ഖുത്ബയ്ക്ക് വേണ്ടി ഞാനിവിടെ ആറ്റിങ്ങലിൽ വന്നിറങ്ങിയ സമയത്ത് വളരെയധികം പരിചിതനായ തിരുവനന്തപുരം സിറ്റിയിലെ ഒരു ഡോക്ടർ, വളരെ പ്രശസ്തനായ ഒരു ഡോക്ടർ, ടൗണിന്റെ ഹൃദയഭാഗത്ത് അദ്ദേഹത്തിന് ഒരുപാട് സ്ഥാപനങ്ങളും ഒക്കെയുണ്ട്. ജുമാ ഖുത്ബ കഴിഞ്ഞ് ആ മയ്യത്തൊന്ന് കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് ആ മയ്യത്ത് കൊണ്ടുപോയി. ടൗണിൽ ഓടി നടന്നിരുന്ന, മനുഷ്യർക്കിടയിൽ വലിയ സേവനങ്ങളും പ്രവർത്തനങ്ങളുമായിരുന്ന ആ മനുഷ്യൻ, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. പലപ്പോഴും നമുക്ക് ബാക്കിയാകുന്നത്, നമ്മളോടൊപ്പം മടങ്ങി വരുന്നത് റിയാ ഇല്ലാത്ത, ശിർക്കില്ലാത്ത നിഷ്കളങ്കമായ സൽക്കർമ്മങ്ങളാണ്. നാം ഓരോരുത്തരും നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ടത്, അങ്ങനെ ഒരു സൽക്കർമ്മങ്ങൾ നാളെ എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ പരലോകത്ത് സ്വർഗം നേടാനുള്ള, അള്ളാഹുവിൻ്റെ നരകീയ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഇഖ്ലാസുള്ള സൽക്കർമ്മം നമ്മുടെ കൈവശമുണ്ടോ? നമ്മുടെ നമസ്കാരത്തെക്കുറിച്ച്, നമ്മുടെ ഇബാദത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത് ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്കത്രേ വയലെന്ന നരകം, വമ്പിച്ച നാശം. എന്നിട്ട് അല്ലാഹു പറഞ്ഞത് അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ നമസ്കാരത്തിൽ അശ്രദ്ധയോടുകൂടി നമസ്കരിക്കുന്നവരാണ്. അല്ലദീന ഹും യുറാഊൻ, അവർ മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി നിന്നപ്പോ എൻ്റെ മുതലാളി അതിനടുത്തുണ്ട്.
ഞാനുമായി ബന്ധമുള്ള ഒരാൾ അവിടെയുണ്ട്. നമസ്കാരത്തിന് ഭംഗിയും നമസ്കാരത്തിന് സൗന്ദര്യവും സൗരഭ്യവും കൂടി നമ്മുടെ കർമ്മങ്ങളിൽ, നമ്മുടെ ഇബാദത്തുകളിൽ പ്രകടനാത്മകത വരുന്നവരെ കുറിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് ഫവൈലുൽ ലിൽ മുസല്ലീൻ, അത്തരം നമസ്കാരക്കാർക്കാകുന്നു വമ്പിച്ച നാശം. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവാചക വചനം. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖറജ അലൈനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വനഹ്നു നതദാക്കറുൽ മസീഹുദ് ദജ്ജാൽ. ഞങ്ങൾ ദജ്ജാലിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ കടന്നു വന്നു, പ്രവാചകൻ നമ്മളിലേക്ക് കടന്നു വന്നു. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, ഫഖാല അലാ ഉഖ്ബിറുകും ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി മിനൽ മസീഹുദ് ദജ്ജാൽ. ഇപ്പോൾ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദജ്ജാലിനെ കുറിച്ചുള്ള വിഷയം വലിയ ഫിത്നയാണ്, ഭയക്കേണ്ടതാണ്. എന്നാൽ അതിനേക്കാളും ഭയപ്പെടേണ്ട ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടോ. ദജ്ജാലിനേക്കാളും വലിയൊരു വിപത്തിനെ കുറിച്ച് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടോ. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബികൾ പറഞ്ഞു, ഫഖുൽനാ ബലാ യാ റസൂലുള്ളാഹ്, അതേ റസൂലേ, ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഓർമ്മപ്പെടുത്തി, ഖാല അശ്ശിർകുൽ ഖഫിയ്യു, അത് ഗോപ്യമായ ശിർക്കാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശദീകരിക്കുന്നു. അൻ യഖൂമ റജുലു ഫയുസല്ലി, നമസ്കരിക്കാൻ വേണ്ടി ഒരാൾ കൈകെട്ടി, ഫയസീദു സ്വലാത്തുഹു ലിമാ യറാ മിൻ നദരി റജുൽ, ഒരാൾ അയാളുടെ നമസ്കാരം വീക്ഷിക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ നമസ്കാരത്തെ വർദ്ധിപ്പിക്കുകയും നമസ്കാരത്തിന് ഭംഗിയും അഴകും കൂടുകയും ചെയ്തു. വളരെ ഫാസ്റ്റായിട്ട് നമസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ളുഹർ നമസ്കരിച്ചിട്ട് പോകാൻ വേണ്ടി വന്നു, ഒരാൾ വന്ന് തുടർന്നു, പിന്നിൽ തുടർന്നു. അതിവേഗത്തിൽ നമസ്കരിച്ചിരുന്നയാള് എന്നെ പിന്നിൽ ഒരാൾ തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ ഫാത്തിഹയുടെ ദൈർഘ്യം കൂടി, റുകൂഇന്റെ ദൈർഘ്യം കൂടി, സുജൂദിന്റെ ദൈർഘ്യം കൂടി. ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയത് എന്തിനെക്കുറിച്ചാണ് എന്ന് നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കണം സഹോദരങ്ങളെ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത് ദജ്ജാലിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞത്, ഈ നിങ്ങൾ ചർച്ച ചെയ്യുന്ന ദജ്ജാലിനേക്കാളും വലിയ വിപത്ത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടോ. ആ വിഷയത്തിൻ്റെ ഗൗരവം, അത്തരം വിഷയത്തിൻ്റെ ആ പ്രാധാന്യവും അതിൻ്റെ ഗൗരവവും എത്രത്തോളമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. ആരാധനകളിൽ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലെ ഒരു സാധുവായ മനുഷ്യൻ, ഒരു കാലത്ത് സമ്പന്നതയിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ, ഗൾഫെല്ലാം അവസാനിപ്പിച്ച് രോഗങ്ങളും പ്രയാസമൊക്കെ വന്നു, അയാൾ ഒറ്റപ്പെട്ട് സാമ്പത്തികമായി വല്ലാത്ത പരാധീനതയിൽ കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ സഹായിച്ചിട്ട് കുടുംബക്കാരോട് പറയുമ്പോൾ, ഇന്ന കുടുംബം വല്ലാത്ത പ്രയാസത്തിലായിരുന്നു, ഞാനൊരു 10,000 രൂപ ഒന്ന് ഗൂഗിൾ പേ ചെയ്തു കൊടുത്തു, ഡയാലിസിസിന് വേണ്ടിയിട്ട് ഞാൻ വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുത്തു. ഇങ്ങനെ അത് പറയുമ്പോൾ, ആ മനുഷ്യനതറിയുമ്പോൾ, ആരുടെ മുന്നിലും കൈനീട്ടിയിട്ടില്ലാത്ത, ആരുടെ മുന്നിലും ഒരു ദയാവർഷം ചോദിച്ചിട്ടില്ലാത്ത, കൊടുത്തു മാത്രം ശീലിച്ചിട്ടുള്ള ആ മനുഷ്യന് ഒരു അപജയം വന്നപ്പോൾ, നമ്മൾ ആരെയെങ്കിലും സഹായിച്ചിട്ട്, നമ്മൾ എന്തെങ്കിലും ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയിട്ട് അത് മറ്റുള്ളവരോട് പങ്കുവെക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ, നിങ്ങൾ കൊടുത്ത ദാനം എടുത്തു പറഞ്ഞുകൊണ്ട് അപരനെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. നിങ്ങളുടെ ദാനം, നിങ്ങളുടെ ധർമ്മം, അതിൻ്റെ പ്രതിഫലം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ആരും അറിയേണ്ട സഹോദരങ്ങളെ, പല മനുഷ്യരും, നമ്മുടെ പൂർവികരായ പ്രപിതാക്കന്മാരിൽ പലരും
അവർക്ക് ധാരാളം സ്വത്തുവകകളും സ്ഥലങ്ങളും ബിൽഡിങ്ങുകളും ഒക്കെ ഉണ്ടായിരുന്നു. സ്വന്തം ജീവിത പങ്കാളികൾ പോലും തിരിച്ചറിയാതെ, അവരോട് പോലും അതിനെക്കുറിച്ച് സംസാരിക്കാതെ, എന്റെ ടൗണിൽ ഇന്ന ഭാഗത്തുള്ള 5 സെന്റ് സ്ഥലം അത് അല്ലാഹുവിന്റെ ഭവനത്തിലാകട്ടെ, ഒരിക്കലും ആ മനുഷ്യൻ ഞാനാണ് കൊടുത്തതെന്ന്, എന്റെ സ്ഥലത്തിലാണ് ആ മനുഷ്യരൊക്കെ വന്ന് നമസ്കരിക്കുന്നത് എന്ന് ഒരാളും അറിയുന്നത് അയാൾ ആഗ്രഹിക്കുന്നില്ല. അത്തരമൊരു ആഗ്രഹവും അത്തരമൊരു ഇഖ്ലാസും സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. ആ പേരക്കുട്ടിയായ മനുഷ്യൻ രോഗം വന്ന് മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ അദ്ദേഹത്തിന്റെ ചുമലിൽ ഒരു കറുത്ത പാട് കണ്ടിട്ട് മയ്യത്ത് കുളിപ്പിക്കുന്ന സുഹൃത്തുക്കൾ രണ്ടുപേരും മകനോട് ചോദിച്ചു, ഉപ്പയുടെ ചുമലിന്റെ ഭാഗത്തൊരു കറുത്ത പാടുണ്ടല്ലോ മോനെ, എന്താണെന്ന് ചോദിക്കുമ്പോ നിശബ്ദതയായിരുന്നു മറുപടി. എൻ്റെ ഉപ്പയുടെ ഖബറിൽ, എൻ്റെ ഉപ്പയുടെ പരലോകത്ത് ഞാനതെടുത്തു പറഞ്ഞ് ആ സൽക്കർമ്മം നഷ്ടപ്പെടുത്തണ്ട എന്ന് ചിന്തിച്ച ആ മകൻ ഒരു മാസക്കാലം കഴിയുമ്പോൾ മദീനയിലെ സഹോദരിമാർ പാത്രങ്ങളുമായി യാചിക്കാൻ വേണ്ടി പുറത്തേക്കിറങ്ങിയപ്പോ അന്നത്തെ ഭരണാധികാരിയുടെ പോലീസുകാർ അവരെ അറസ്റ്റ് ചെയ്തു. അവർ പറഞ്ഞു, രാജ്യത്തിന്റെ റേഷൻ പോലെ ഞങ്ങളുടെയൊക്കെ വീടിന്റെ ഉമ്മറത്ത് ഓരോ ആഴ്ചകളിലും ഓരോ പാക്കറ്റ് ഗോതമ്പ് ധാന്യം വെച്ചിട്ട് പോകും. രാജ്യത്തിന്റെ റേഷനാണെന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. അത് കഴിച്ചിട്ടാണ് ഞങ്ങൾ ജീവൻ നിലനിർത്തിയത്. ഇപ്പോ ഞങ്ങൾക്ക് 1 മാസക്കാലമായി ഞങ്ങൾ പട്ടിണിയിലാണ്. 10-20 വർഷക്കാലം ആ മഹാനുഭാവൻ ഈ ദാനധർമ്മം ചെയ്യുമ്പോഴും ലോകത്തൊരാളും അറിഞ്ഞില്ല സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂല് കോരിക്കൊടുത്ത തൗഹീദിന്റെയും അതുപോലെ ഇഖ്ലാസിന്റെയും വെളിച്ചം കടന്നു വന്ന ആ മഹാനുഭാവന്മാർ ആഗ്രഹിച്ചിരുന്നത് എന്റെ ഖബറിലും എന്റെ പരലോകത്തും എന്റെ റബ്ബിന്റെ അംഗീകാരമാണ്, എന്റെ റബ്ബിന്റെ പൊരുത്തമാണ്. ആകാശ ലോകത്ത് നിന്ന് മലക്കുകളെ വിളിച്ചിട്ട് കാണിക്കും, ഇതാ കണ്ടോ ലി അബ്ദി, എന്റെ അടിമയെ, എന്റെ അടിമയുടെ പ്രവർത്തനത്തിന്റെ നിഷ്കളങ്കത കണ്ടോ. മലക്കുകളെക്കാളും ഉന്നതനാണ് എന്ന് ഞാൻ പറയാൻ കാരണം വലഖദ് കറംനാ ബനി ആദം, ആദം മക്കളെ മനുഷ്യരെ ഞാൻ ആദരിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ കാരണം ജനകോടികൾക്കിടയിൽ ചില മനുഷ്യർ അവർ തൗഹീദ് ഉൾക്കൊള്ളുകയും അവരുടെ ആരാധനകളിലും അവരുടെ അതുപോലെ ഇബാദത്തുകളിലും ദാനധർമ്മങ്ങളിലും ഒക്കെയും ഇഖ്ലാസ് ഉണ്ടാകും, നിഷ്കളങ്കതയുണ്ടാകും. റിയാ കടന്നു വരാതിരിക്കാൻ വേണ്ടി ബദ്ധശ്രദ്ധ അവരിലുണ്ടാകും. സഹോദരങ്ങളെ, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് മറ്റൊരു പ്രദേശത്തുള്ള ഒരു മനുഷ്യനെ കുറിച്ച് റസൂലിനോട് വലിയ മദ്ഹ് പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ വന്നപ്പോൾ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, റസൂലെ, ഞങ്ങൾ പറഞ്ഞ വ്യക്തിതോ ആ കാണുന്ന വ്യക്തിയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഹാദല്ലദീ ദക്കർനാഹു ലക, ഞങ്ങൾ താങ്കളോട് പറയാറുള്ള ആ വ്യക്തിയാണ്. ഞങ്ങളുടെ നാട്ടിലെ വലിയ ധർമ്മിഷ്ഠനാണ്, നല്ലൊരു പണ്ഡിതനാണ്, ഇസ്ലാമിക പ്രബോധന രംഗത്ത് അദ്ദേഹം സജീവമാണ്. ആ മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആ മനുഷ്യനെ കണ്ടപ്പോൾ റസൂൽ പറഞ്ഞു, ഇന്നി അറാഫി വജ്ഹിഹി സുഫ്അതും മിനശ് ശൈത്താൻ, ആ മനുഷ്യന്റെ മുഖത്ത് പിശാചിന്റെ ഒരു അടയാളം ഞാൻ കാണുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ആ മനുഷ്യനോട് ചോദിച്ചു, അസ്അലുക ബില്ലാഹി ഹദ്ദസ്തുക നഫ്സുക, താങ്കൾ ആത്മാർത്ഥമായി അതിനൊരു മറുപടി തരണം. അന്ന ലൈസ ഫിൽ ഖൗമി അഫ്ളലു മിൻക, താങ്കളുടെ ജനതയിൽ ഒരു മഹത്വമുള്ള ആളായി, ഏറ്റവും ഉയർന്ന ഒരാളായി ഒരു ചിന്ത താങ്കളുടെ ഹൃദയത്തിലില്ലേ? അത് കേട്ടിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുമ്മ നഅം, അതെ, എന്നിലുണ്ട് പ്രവാചകരെ. അല്ലാഹുവിന്റെ റസൂൽ അത് തിരുത്തി കൊടുക്കുകയാണ്. നമ്മുടെ ദാനധർമ്മങ്ങളിൽ, നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ പ്രബോധന രംഗങ്ങളിൽ റിയാ കടന്നു വരാതിരിക്കണമെങ്കിൽ ഏതൊരു കർമ്മത്തിനും ഇഖ്ലാസ് ഉണ്ടാകണം, ആത്മാർത്ഥതയുണ്ടാകണം. അല്ലാഹു മനുഷ്യ കുലത്തെ അല്ലാഹു സൃഷ്ടിക്കുന്ന സമയത്ത് റബ്ബുൽ ആലമീനായ നാഥനോട് ശപിക്കപ്പെട്ട പിശാച് പറഞ്ഞു,
ഖാല ഫബിഇസ്സതിക ലഉഗ്വിയന്നഹും അജ്മഈൻ. അല്ലാഹുവേ, നിന്റെ സൃഷ്ടികളെ മുഴുവൻ